frequency domain specification ആണ്. സോ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻസ് ടേംസ് പറഞ്ഞിരുന്നു. റെസണന്റ് പീക്ക്, റെസണന്റ് ഫ്രീക്വൻസി ഒമേഗ, ബാൻഡ് വിഡ്ത്ത് BW, ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ. സോ റെസണന്റ് പീക്ക് എന്താണ്, റെസണന്റ് ഫ്രീക്വൻസി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ എന്താണ് സൈനുസോയ്ഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ G(s) എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ G(s) is equal to some function ആയിരിക്കും. അതിന് നമ്മൾ G(j)omega കണ്ടുപിടിക്കും. റീപ്ലേസ് എവരി എസ് വിത്ത് J(omega). ഓക്കെ, സോ ഇങ്ങനെ J(omega) കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കതൊരു കോംപ്ലക്സ് നമ്പറിലാണ് വരിക. കോംപ്ലക്സ് നമ്പർ ഇൻ ദ ഫോം A+IB. A+IB കോംപ്ലക്സ് നമ്പറിന് ഒരു അബ്സല്യൂട്ട് ടേംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. സോ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് √(a² + b² ആണ്. ദെൻ അതിന്റെ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് B/A ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നൗ റെസൊണന്റ് പീക്ക് ആൻഡ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒമേഗ വാല്യൂവിന് ഒമേഗ ഈസ് ഈക്വൽ ടു 0.1, then 10, then 15, 100, 200 എക്സെട്ര ഓരോ ഒമേഗ വാല്യൂ കൊടുത്ത് നമ്മൾ ഈ ഫ്രീക്വൻസി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രീക്വൻസി വേഴ്സസ് മോഡുലസ് ഓഫ് G(j)omega പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വേവ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷൻ ഏറ്റവും മാക്സിമം ആകുന്നത് ഏത് ഫ്രീക്വൻസിയിലാണോ അതിനാണ് റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത്. ഈ മാക്സിമം വരുന്ന മാഗ്നിറ്റ്യൂഡിനാണ് നമ്മൾ റെസൊണന്റ് പീക്ക് MR എന്നും പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ടേം ഈ ഇങ്ങനെ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഒമേഗ വേരി ചെയ്ത് കണ്ടുപിടിക്കാതെ നമുക്ക് എങ്ങനെ ഡെറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം അസ്യൂം ചെയ്യാം. സോ സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ T(s) is equal to omega n² divided by a² plus 2 omega ns plus omega n² ആണ് നമ്മൾ സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയാം. സോ ഇതിന്റെ കറസ്പോണ്ടിങ് സൈനുസോയ്ഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് T(j)omega നമുക്ക് എന്ത് എഴുതാൻ പറ്റും? റീപ്ലേസ് എവരി എസ് വിത്ത് J(omega). സോ omega n² divided by J(omega) the whole square plus 2 omega n into J(omega) plus omega n² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു omega n² divided by J(omega) whole square ആകുമ്പോൾ J സ്ക്വയർ -1 ആണ്, -omega² എന്ന് വരും. സോ -omega² പ്ലസ് 2 into J into omega n omega പ്ലസ് omega n² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഡിനോമിനേറ്ററിൽ omega n² കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ omega n² ഇൻറ്റു ഇവിടെ omega n² ഇല്ല, സോ -omega² divided by omega n² പ്ലസ് 2j omega n omega divided by omega n² plus 1 എന്ന് വരും, which is equal to then omega n² cancel ആകും, numerator become 1 divided by 1 ആദ്യം എഴുതി കഴിഞ്ഞാൽ 1 minus omega by omega n² plus j into 2 ഒരു ഒമേഗ അവിടെ ക്യാൻസൽ ആകും, ബാക്കി ഒമേഗ ബൈ ഒമേഗ n എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് സിനുസോയ്ഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ സിനുസോയ്ഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ യു എന്ന് പറയുന്ന വേരിയബിൾ ഒമേഗ ബൈ ഒമേഗ n എന്ന് വിചാരിക്കാം. സോ ഒമേഗ ബൈ ഒമേഗ n യു എന്ന് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ J(omega) T(j)omega is equal to 1 by 1 minus u² plus j into 2 u എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിന്റെ സിനുസോയ്ഡൽ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. സോ ഈ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/a+ib ഫോമിലാണ് അത് കിടക്കുന്നത്. സോ ഇതിനൊരു മാഗ്നിറ്റ്യൂഡ്, ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ആ കോംപ്ലക്സ് നമ്പറിന് ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത് നമ്മൾ അതിന് m എന്ന് എഴുതാം. അതിനൊരു ഫേസ് ആംഗിൾ ഉണ്ടായിരിക്കും. ആ ഫേസ് ആംഗിൾ നമ്മൾ ആംഗിൾ ഓഫ് T(j)omega എന്നും പറയാം. ഓക്കെ, സോ അതിന്റെ ഫോർമുല എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല m എന്ന് പറയുന്നത് വാട്ട് ഈസ് m? m is equal to മോഡുലസ് ഓഫ് G(j)omega ആണ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് G(j)omega ഫോർമുല എന്ന് പറഞ്ഞാൽ √(a² + b² ആണ്. സോ ന്യൂമറേറ്ററിൽ 1 ആണ് മാഗ്നിറ്റ്യൂഡ്, ഡിവൈഡഡ് ബൈ √(a²). a എന്നുള്ളിടത്ത് റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് 1 - u² ആണ്. സോ 1 - u²
ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി എന്നുള്ളിടത്ത് നമുക്ക് 2 സീറ്റ യു ആണ്. സോ 2 സീറ്റ യു ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് 1/√1 മൈനസ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സീറ്റ യു ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. സോ അതുപോലെ അതിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലെ കോൺട്രിബ്യൂഷൻ 0 ആണ്. ദെൻ ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 0 മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. ബി എന്ന് പറയുന്നത് 2 സീറ്റ യു ആണ് ഡിവൈഡഡ് ബൈ എ എന്നുള്ളത് റിയൽ പാർട്ട് 1 മൈനസ് യു സ്ക്വയർ ആണ്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. സോ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് കണ്ടുപിടിച്ചു. അതിൻ്റെ റേഷ്യോസും അതിൻ്റെ സ്ക്വയർ സം ഓഫ് ദ സ്ക്വയേഴ്സിൻ്റെ റൂട്ട്സും നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഫേസ് ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ അടുത്ത അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. സോ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ലെറ്റ് അസ്യൂം ചെയ്യും, നമ്മൾ സേ ഒമേഗ ആർ ആണ് അതിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒമേഗ ആർ ഈസ് ദ റെസൊണന്റ് frequency. So resonant frequency is the frequency at which our magnitude become the peak. Okay, so omega r എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഗെയിൻ വരുന്നത്. അതിനെയാണ് നമ്മൾ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്ലോട്ടിൽ നമ്മൾ കണ്ടിരുന്നു. ആ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെസൊണന്റ് പീക്ക് വരുന്ന പോയിന്റിലെ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എം വാല്യൂ അതിൻ്റെ മാക്സിമയിലായിരിക്കും. സോ മാക്സിമം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ആഫ്റ്റർ റെസൊണന്റ് ഫ്രീക്വൻസി നമുക്ക് റെസൊണന്റ് പീക്കും കാൽക്കുലേറ്റ് ചെയ്യാം. സോ റെസൊണന്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മളുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ അറിയായിരുന്നു. മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് m equal to 1/√1 minus u square the whole square plus 2 സീറ്റ യു ദ ഹോൾ സ്ക്വയർ ആണ്. സോ റെസൊണന്റ് ഫ്രീക്വൻസി അതിൽ യുടെ വാല്യൂ നമുക്കറിയാം. യു എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ആണ്. സോ റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ ആർ ആണെങ്കിൽ യു ആർ അതിന് കറസ്പോണ്ടിങ് ആയ നമ്മുടെ നോർമലൈസ്ഡ് ഫ്രീക്വൻസി യു ആർ എന്ന് പറയുന്നത് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ആർ ആയിരിക്കും. സോ റെസൊണന്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മാക്സിമം ആകുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ dm by du. Okay, so with respect to u, first ഈ ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, സോ d by du ഓഫ് m എന്ന് പറയുന്നത് നമുക്ക് d by du ഓഫ് 1 minus u square the whole square plus 2 theta u the whole square raised to -1/2 ആണ്. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഓഫ് x റൈസ് ടു n എന്ന് പറയുന്നത് n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1 ആണ്. ആ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ n ഈസ് -1/2 ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സീറ്റ യു സ്ക്വയർ ഹോൾ റേസ് ടു n മൈനസ് 1. -1/2 -1 എന്ന് പറയുന്നത് -3/2 ആകും. സോ ദിസ് ഈസ് -3/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. സോ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആകുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടേം. സോ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് d by du ഓഫ് 1 മൈനസ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. എഗെയിൻ എക്സ് റേസ് ടു n ഫോമിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് യു സ്ക്വയർ അത് -2u എന്ന് വരും. Okay, so 2 into 1 minus u square into -2u plus derivative of the second term, again x raised to 2. So നമുക്ക് 2 into 2 theta u into 2 theta u യുടെ ഡെറിവേറ്റീവ് 2 theta എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും ടേംസ് ആണ് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു -1/2 into 1 minus u square whole raised to 2 plus 2 theta u the whole square raised to -3/2 into then ബ്രാക്കറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 into 1 minus 2 into -2u -4u വരും. -4u into 1 -4u then -4u into -u square നമുക്ക് +4
യു ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ദെൻ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 സീറ്റ ഇൻറ്റു സീറ്റ സ്ക്വയർ യു എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. സോ ഡി എം ബൈ ഡി യുവിന്റെ ഇക്വേഷൻ ആണ്. സോ ദെൻ അറ്റ് യു ഇസ് ഈക്വൽ ടു യു ആർ ഒരു സ്റ്റെപ്പ് വരുന്നത് അറ്റ് യു ഈക്വൽ ടു യു ആർ റെസൊണന്റ് ഫ്രീക്വൻസി ആകുന്ന സമയത്ത് ഡി എം ബൈ ഡി യു എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും. സോ അതിൽ -1/2 0 ആകില്ല. 1 മൈനസ് യു സ്ക്വയർ പ്ലസ് 2 സീറ്റ യു സ്ക്വയർ ദ ഹോൾ റേഷ്യോ -3/2 എന്ന് പറയുന്നത് 0 ആകാം, അല്ലെങ്കിൽ ഈ ടേം 0 ആകാം. സോ ഏതെങ്കിലും ഒരു ടേമിന് നമ്മൾ 0 എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. സോ ഈ ലാസ്റ്റ് വരുന്ന ടേമിന് 0 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ -4u പ്ലസ് 4u ക്യൂബ് പ്ലസ് 8 സീറ്റ സ്ക്വയർ യു ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ 4u കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4u എന്ന് പറയുന്ന ടേം കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് സോറി യു ഇസ് ഈക്വൽ ടു യു ആർ ആയിട്ട് മാറും. സോ യു ആർ സോ 4u കോമൺ ഫാക്ടർ എടുത്തു എന്ന് വിചാരിക്കും. സോ -4u കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ -4u ഇവിടെ പുറത്ത് വരുന്ന 1 വരും. ദെൻ ബാക്കി യു ആർ സ്ക്വയർ വരും. സോ മൈനസ് ആയതുകൊണ്ട് ഇവിടെ -u r സ്ക്വയർ വരും. ദെൻ 4u പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് -2 8 ന്ന് 4 കഴിഞ്ഞ് 2 ഉണ്ട്. യു ആർ പുറത്ത് പോയി ബാക്കി സീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് മീൻസ് ഇത് ടേംസ് നമുക്ക് 0 എന്ന് എഴുതാം. സോ 1 മൈനസ് യു ആർ സ്ക്വയർ മൈനസ് 2 സീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ യു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു ആർ സ്ക്വയർ റൈറ്റിലേക്ക് പോകുമ്പോൾ 1 മൈനസ് 2 സീറ്റ സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് മീൻസ് യു ആർ ഈസ് ഈക്വൽ ടു √1 മൈനസ് 2 സീറ്റ സ്ക്വയർ എന്ന് എഴുതി. സോ ബൈ കൺവെൻഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യു ആർ എന്ന് പറയുന്നത് ഒമേഗ എൻ ഡിവൈഡഡ് ബൈ ഒമേഗ what was our substitution? Substitution was u is equal to യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ ഒമേഗ എൻ ആണ്. സോ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എൻ ആണ് യു എന്ന് പറയുന്നത്. സോ യു ആർ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. സോ യു ആർ എന്നുള്ളിടത്ത് ഒമേഗ ആർ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു √1 മൈനസ് 2 സീറ്റ സ്ക്വയർ. അതിൽ നിന്ന് നമ്മളുടെ റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ ആർ ഇസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു √1 മൈനസ് 2 സീറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മളുടെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഒമേഗ ആർ ഈക്വൽ ടു, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെറിവേഷൻ, ഒമേഗ ആർ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു √1 മൈനസ് 2 സീറ്റ സ്ക്വയർ ആണ്. സോ റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ ഡിറൈവ് ചെയ്തു. എൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ഇനി റെസൊണന്റ് പീക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസൊണന്റ് പീക്ക് ആണ്. സോ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത് എം ആർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സിമ്പിൾ. സോ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്ന റെസൊണന്റ് പീക്ക് എം ആർ. സോ റെസൊണന്റ് പീക്ക് എം ആർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ജി ഓഫ് ജെ ഒമേഗ വെൻ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ. സോ ഒമേഗ ഈക്വൽ ടു ഒമേഗ ആർ ആകുമ്പോൾ നമ്മളുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ എമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1/√a സ്ക്വയർ 1 മൈനസ് യു സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സീറ്റ യു ദ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ, ദാറ്റ് മീൻസ് യു ഈക്വൽ ടു യു ആർ. സോ യു ഈക്വൽ ടു യു ആർ ആകുന്ന സമയത്ത്, സോ വാട്ട് വാസ് ദ എക്സ്പ്രഷൻ ഫോർ യു ആർ? യു ആർ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് യു ആർ ഇസ് ഈക്വൽ ടു √1 മൈനസ് 2 സീറ്റ സ്ക്വയർ ആണ്. സോ അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഓർ യു ഈക്വൽ ടു യു ആർ, എം ആണ് നമ്മളുടെ എം ആർ എന്ന് പറയുന്നത്. സോ എം ആർ ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിലെ യു ഈക്വൽ ടു യു ആർ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/√1 മൈനസ് യു ആർ സ്ക്വയർ പ്ലസ്
2 theta UR the whole square എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ റെസൊണന്റ് പീക്കിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സോ 1 മൈനസ് യു ആർ ദ ഹോൾ സ്ക്വയർ. സോ യു ആർ the value 1 minus UR square ആണ്. സോറി. സോ UR square is equal to UR നമ്മൾ ഡെറൈവ് ചെയ്തത് റൂട്ട് ഓഫ് 1 മൈനസ് 2 സീറ്റ സ്ക്വയർ ആണ്. സോ UR square is equal to സ്ക്വയർ റൂട്ട് പോകുമ്പോൾ 1 മൈനസ് 2 സീറ്റ സ്ക്വയർ എന്ന് വരും. സോ ഈ UR square is equal to 1 മൈനസ് 2 സീറ്റ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 minus 2 theta square plus 2 theta into then UR square ആണ്. സോ 2 theta എന്നുള്ളത് നമുക്ക് 4 theta square into UR square. UR square നമുക്ക് വീണ്ടും 1 minus 2 theta square എന്ന് എഴുതാൻ പറ്റും. Okay, so MR is equal to equation 1. Then ഡിനോമിനേറ്ററിൽ നമ്മൾ വീണ്ടും പ്രോസസ് ചെയ്യുമ്പോൾ 1 മൈനസ് ഓഫ് മൈനസ് 1 വരുമ്പോൾ 0 ആകും, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. സോ 2 സീറ്റ സ്ക്വയർ എന്ന് താഴെ വരും. 2 സീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ട്. സോ 2 സീറ്റ സ്ക്വയർ പ്ലസ് 4 സീറ്റ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2 സീറ്റ സ്ക്വയർ. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 4 സീറ്റ സ്ക്വയർ ഇൻറ്റു 1 4 സീറ്റ സ്ക്വയർ, ദെൻ മൈനസ് 2 into 4 8 theta square into theta square theta raised to 4 എന്ന് വരും, which is equal to 1 by root of 2 in the square 4 theta square in the square theta raised to 4 plus 4 theta square minus 8 theta raised to 4 എന്ന് വരും, which is equal to then 1 by root of 4 theta square ആദ്യം എഴുതി 4 theta raised to 4 minus 8 theta raised to 4 എന്ന് നമുക്ക് 4 minus 4 theta raised to 4 എന്ന് എഴുതാൻ പറ്റും, which is equal to then 4 theta square common എടുത്തു കഴിഞ്ഞാൽ 1 by square root of 4 theta square into 1 minus theta square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ which is equal to 1 by 4 root 2 theta square root theta root of 1 minus theta square. ഇതാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ റെസൊണന്റ് പീക്കിന്റെ ആൻസർ, റെസൊണന്റ് പീക്ക് എന്ന് പറയുന്നത് MR is equal to 1 by 2 theta into root of 1 minus theta square ആണ്. റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒമേഗ R is equal to ഒമേഗ N into root of 1 minus 2 സീറ്റ സ്ക്വയർ ആണ്. സോ റെസൊണന്റ് പീക്കും റെസൊണന്റ് ഫ്രീക്വൻസിയും നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി ബാൻഡ് വിഡ്ത്തിന്റെ ഡെറിവേഷൻ ആണ്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ഡെറിവേഷൻ. ഓക്കെ, സോ ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഡെറിവേഷൻസ് നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു. സോ റെസൊണന്റ് ഫ്രീക്വൻസിയും റെസൊണന്റ് MR ടു 1 by 2 theta root of 1 minus theta square ആണ്. ദെൻ റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ N 1 minus 2 root of 1 minus 2 theta square ആണ്. ദെൻ അടുത്ത ഡെറൈവ് ചെയ്യാൻ പോകുന്നത് ബാൻഡ് വിഡ്ത്തിന്റെ ഡെഫിനിഷൻ ആണ്. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് J omega drops to 70.7% of its zero frequency value. സീറോ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷനിലെ ബാൻഡ് വിഡ്ത്തിനെയാണ് നമ്മൾ സീറോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഇക്വേഷൻ, അൾട്ടിമേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 by root of 1 minus u square the whole square plus 2 theta u the whole square ആണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ സീറോ ഫ്രീക്വൻസി ആകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഇസ് ഈക്വൽ ടു 0, അതിൻ്റെ അർത്ഥം u is equal to 0 ആണ്. So at zero frequency, what will be our magnitude? So suppose u is equal to 0, root of 1 minus 0 square means 1 into 2 theta u. So plus 2 theta into 0. So becomes 0, which is equal to 1. So resonant, സീറോ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. സോ സീറോ ഫ്രീക്വൻസിയിലുള്ള ഗെയിനിൻ്റെ വാല്യൂ 70.7%
70.7%ിലേക്ക് കുറയാൻ എടുക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഡ്രോപ്സ് ടു 70.7% ഓഫ് ഇറ്റ്സ് സീറോ ഫ്രീക്വൻസി. സോ സീറോ ഫ്രീക്വൻസിയിൽ എന്താണോ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ 70.7. സോ 1ന്റെ 70.7% എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 0.707 ആകുന്നത്. സോ സീറോ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത് ഡിക്രീസ് ചെയ്ത് 0.707 ആകാൻ എത്ര ഫ്രീക്വൻസി എടുക്കുന്നോ അതിനെയാണ് നമ്മൾ WB അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തതിൻ്റെ ഡെറിവേഷൻ ആണ്. ഇതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ ഡെറിവേഷനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ കൊടുത്തു. ദെൻ 0.707 എന്ന് പറയുന്നത് 1/√2 ആണ്. 1/√2 വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് 0.707 എന്ന് പറയും. സോ അറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു അവർ ബാൻഡ് വിഡ്ത്ത് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? സോ ഗെയിൻ at bandwidth is equal to 1/√2 ആയിട്ട് മാറി. സോ അറ്റ് bandwidth frequency or cut off frequency എന്ന് പറയും. സോ അറ്റ് bandwidth frequency say WB M is equal to 1/√2 എന്ന് എഴുതാൻ പറ്റും. സോ എമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. 1/√1 - u square the whole square plus 2 theta u the whole square is equal to 1 ആണ്. 1/√2 ആണ് നമ്മളുടെ എം എന്ന് പറയുന്നത്. സോ എം ഈക്വൽ ടു 1/√1 - u square plus 2 theta u the whole square which is equal to 1/2 when omega is equal to or u equal to ub. when u ഈക്വൽ ടു യു ബി ആകുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ യുടെ ഇക്വേഷനിൽ നമ്മൾ യു ബി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/√1 - ub square the whole square plus 2 theta ub square is equal to 1/√2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കാൽക്കുലേഷൻസ് ഈസി ആകാൻ വേണ്ടിയിട്ട് ub square ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. ദെൻ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുമ്പോൾ 1/√1 - x the whole square plus 2 theta x ഈക്വൽ ടു 1/√2 എന്ന് എഴുതാൻ പറ്റും. സോ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ 1 - x the whole square plus 2 theta x is equal to 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 2 theta ub the whole square എന്നാണ്. സോ നമുക്കിവിടെ വരുന്നത് 4 theta square x ആണ്. 4 theta square x is equal to 2 എന്ന് പറയും. 2 theta ub the whole square ആണ്. സോ 4 theta square ub square വരും. ub square നമുക്ക് x എഴുതുമ്പോൾ 4 theta square x എന്നാണ് വരിക. സോ ബ്രാക്കറ്റ് 1 - x the whole square നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x square minus 2x x square minus 2x plus 1 plus 4 theta square x is equal to 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ എക്സ് എന്ന് എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എക്സ് സ്ക്വയർ ദെൻ 4 theta സ്ക്വയറിൻ്റെ ഇവിടെ -2 ഉണ്ട്. സോ 4 theta square minus 2 into x plus 1 equal to 2 എന്ന് എഴുതാൻ പറ്റും. 2നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4 theta square minus 2 into x then 1 minus 2 become -1 is equal to 0. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. സോ ഓർക്കുക എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് യു ബി സ്ക്വയർ ആണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ -b plus or minus root of b square minus 4ac the whole square divided by 2a നമ്മൾ എക്സ് വാല്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 4 theta square minus 2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -4 theta square minus 2 plus or minus root of b square 4 theta square minus 2 the whole square minus 4 into 1 into -1 എന്ന് എഴുതാൻ പറ്റും. The whole divided by 2a 2 which is equal to മൈനസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2 കോമൺ ഫാക്ടർ എടുത്തു. -2 become 2 ആകും. 2 into 1 minus 2 theta square plus or minus
ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 16 സീറ്റ റേസ് ടു 4 എന്ന് വരും. ദെൻ minus 2ab, 2 into 4, 8, 8 into 2, 16. 16 theta square, then minus 2 square plus 4 minus 4 equal to, sorry, plus 4 അല്ല, 4 into minus of minus 1 ആണ്. സോ മൈനസ് 4 വരും. ഓക്കെ, സോ അത് 8 ആയിട്ട് മാറും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് മൈനസ് വരാൻ കാരണം ഇവിടെ -1 ആണ്. 4 into 1 into -1 -4 ആണ്. മൈനസ് ഓഫ് -4 +4 ആകും. സോ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇറ്റ് വിൽ സിംപ്ലിഫൈ ടു 2 into 1 minus 2 theta square plus or minus root of 16 theta raised to 4 minus 16 theta square plus 8 എന്ന് എഴുതാൻ പറ്റും. The whole divided by 2, which is equal to 2 into 1 minus 2 theta square plus or minus 16 theta square. 4 theta square നമ്മൾ കോമൺ ഫാക്ടർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം എന്ന് പറയുന്നത് 4 സ്ക്വയർ റൂട്ട് ഓഫ് 4 theta square into 4 theta square into അല്ലെങ്കിൽ സോറി 4 മാത്രം പുറത്തെടുത്താൽ മതി. സോ 4 പുറത്തു കഴിഞ്ഞാൽ ബാക്കി 4 സീറ്റ റേസ് ടു 4 മൈനസ് 4 സീറ്റ സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ഇതിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്ക്വയർ റൂട്ട് ഓഫ് 4ൽ 2 ഉണ്ട്. ആ 2 2 ക്യാൻസൽ ആകും, ഈ 2 2 ക്യാൻസൽ ആകും. സോ 1 മൈനസ് 2 സീറ്റ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 theta raised to 4 minus 4 theta square plus 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ 1 minus 2 theta square പ്ലസ് ഓർ മൈനസ് 2 ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് ഓർ മൈനസ്. ഓക്കെ, സോ ഇത് നമ്മൾ പോസിറ്റീവ് ടേം മാത്രം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയത് എക്സിന്റെ വാല്യൂ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 1 minus 2 theta square 1 minus 2 theta square plus root of 2 minus 4 theta square plus 4 theta raised to 4 എന്ന് എഴുതാൻ പറ്റും. ഓർഡർ തിരിച്ച് എഴുതി. സോ നമ്മൾ നെഗറ്റീവ് വാല്യൂനെ ഡ്രോപ്പ് ചെയ്ത് ഒരു വാല്യൂ മാത്രം എടുത്ത് എഴുതി. സോ എക്സ് ഈസ് ഈക്വൽ ടു ദെൻ 1 minus 2 theta square plus root of 2 minus 4 theta square plus 4 theta raised to 4 എന്ന്. സോ നമ്മളുടെ അസംഷൻ അനുസരിച്ച് നമ്മൾ എക്സ് എന്ന് പറയുന്നത് യു ബി സ്ക്വയർ ആണ്. സോ അതുകൊണ്ട് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 minus 2 theta square plus root of 2 minus 4 theta square plus 4 theta raised to 4 എന്ന് എഴുതി. സോ റൂട്ട് എടുത്തു കഴിയുമ്പോൾ യു ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 minus 2 theta square 1 minus 2 theta square plus റൂട്ടിൻ്റെ അകത്ത് റൂട്ട് വരും 2 minus 4 theta square plus 4 theta raised to 4 എന്ന് എഴുതി. സോ ഇതാണ് നമ്മളുടെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ യു ബി എന്ന് പറയുന്നത് ഒമേഗ ബി ബൈ ഒമേഗ എൻ ആണ്. സോ ഒമേഗ ബാൻഡ് വിഡ്ത്ത് ഒമേഗ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 minus 2 theta square plus root of 2 minus 4 theta square plus 4 theta raised to 4 എന്ന് എഴുതാൻ പറ്റും. So this is the derivation for bandwidth. So 1 minus omega b is equal to omega n into root of 1 minus 2 theta square plus root of 2 minus 4 theta square plus 4 theta raised to 4 എന്ന് എഴുതാൻ പറ്റും. So that is what our resonant frequency. Okay, so then bandwidth resonant frequency അല്ല ബാൻഡ് വിഡ്ത്തിന്റെ ഡെറിവേഷൻ ചെയ്തു. ദെൻ അടുത്ത രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ ആണ്. ഗെയിൻ മാർജിൻ ഫേസ് മാർജിന്റെ ഡെറിവേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗെയിൻ മാർജിൻ ഫേസ് മാർജിന്റെ വാല്യൂസ്. ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത് ഗെയിൻ മാർജിന്റെ വാല്യൂ gain margin kg is defined as the value of the gain to be added to system in order to bring the system to the verge of instability. Okay, so കണ്ടുപിടിക്കുന്ന മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒമേഗ പി സി ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് ആ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഗെയിൻ മാർജിൻ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഫേസ് മാർജിൻ ഉണ്ട്.
പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാൻ പറ്റും. സോ ഫേസ് മാർജിൻ എന്ന് പറയുന്നത് ഗെയിൻ യൂണിറ്റി ആകുന്ന പോയിന്റിലെ ഒമേഗ കണ്ടുപിടിക്കുക, അതിനെ ഒമേഗ ജി സി എന്ന് പറയും. ഒമേഗ ജി സിയുടെ ആംഗിൾ കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ 5GC എന്ന് പറയും. 5GC + 180 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾക്ക് ഫേസ് മാർജിൻ y എന്ന് പറയുന്നത്. സോ വിൽ ഡു ദാറ്റ് പ്രോബ്ലം ലേറ്റർ. ഓക്കെ, സോ നെക്സ്റ്റ് സിലബസിൽ സെക്കൻഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കൊറിലേഷൻസ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ട്രാൻഷ്യൻ റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസും ട്രാൻഷ്യൻ റെസ്പോൺസും തമ്മിലുള്ള അല്ലെങ്കിൽ ടൈം ഡൊമെയിൻ അനാലിസിസും തമ്മിലുള്ള കൊറിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് പോയിന്റ് അങ്ങനെ തന്നെ പഠിക്കണം. റെസൊണന്റ് പീക്ക് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് MR of the magnitude plot depends upon the damping ratio of the system. So time domain analysis ചെയ്തപ്പോൾ നമ്മൾ അവിടെ റെസൊണന്റ് പീക്ക് കണ്ടുപിടിച്ചിരുന്നു, മാക്സിമം ഓവർഷൂട്ട് കണ്ടുപിടിച്ചിരുന്നു. മാക്സിമം ഓവർഷൂട്ടിന്റെ ഇക്വേഷൻ (((((() ആണ്. സോ ആ വാല്യൂ മാക്സിമം ഓവർഷൂട്ട് എന്ന് പറയുന്ന സീറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസിൽ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്ത ഫ്രീക്വൻസി മാക്സിമം റെസൊണന്റ് പീക്കും ഒമേഗ R and MR both depends on theta value. So അതൊരു റിലേഷൻ ആണ്. രണ്ടിലും റെസൊണന്റ് പീക്കും റെസൊണന്റ് പീക്ക് ആൻഡ് maximum overshoot depends on theta. So that is one point you can write down. So resonant frequency also depends upon the damping ratio. Resonant frequency omega R എന്ന് പറയുന്ന equation omega n into √(1 - 2 theta square ആണ്. 1 - 2 theta square ആണ്. So damping ratio അനുസരിച്ചാണ് നമ്മളുടെ resonant frequency വരുന്നത്. Okay. So resonant frequency, smaller the values of bandwidth and resonant frequency, smaller is the rise time of the transient response and faster is the response. So resonant frequency ചെറുതാണ് അല്ലെങ്കിൽ സ്മോൾ വാല്യൂ ആണ്, ബാൻഡ് വിഡ്ത്തും സ്മോൾ വാല്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടൈം ഡൊമെയിൻ അനാലിസിസിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ റൈസ് ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ റൈസ് ടൈം ചെറിയ സമയം കൊണ്ട് വളരെ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അതിൻ്റെ റെസ്പോൺസ് റൈസ് ചെയ്യും. സോ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ക്വിക്ക് റെസ്പോൺസ് ആണെന്ന് പറയാം. സോ ഫാസ്റ്റർ ഈസ് ദ റെസ്പോൺസ്. സോ നമുക്കതൊരു കമ്പാരിസൺ ആയിട്ട് പറയാം. Then the overshoot of the time response can be related to the resonant peak of the frequency response. Correlation ആണ്, തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ ഓവറോൾ ഒരു സിസ്റ്റവും മറ്റൊരു സിസ്റ്റവും രണ്ട് സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും ട്രാൻഷ്യൻ റെസ്പോൺസും തമ്മിലുള്ള കംപ്ലീറ്റ് കോറിലേഷൻ പറയുകയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് സിസ്റ്റം ആണെന്നും ഏത് ഓർഡർ സിസ്റ്റം ആണെന്നും അതിന്റെ കമ്പോണൻസ് എന്താണെന്നും സ്പെസിഫൈ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ജനറൽ ആയിട്ട് ഒരു ഓവർവ്യൂ പറഞ്ഞ സെക്കൻഡ് ഓർഡർ സിസ്റ്റം എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഓവർഷൂട്ടും റെസൊണന്റ് പീക്കും സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Then this resonant peak also indicates the relative stability of the system. The stability concept ൽ വരുന്നതാണ്. Resonant peak also indicates the relative stability of the system. Bandwidth is related to the natural frequency omega n. Omega n ടൈം ഡൊമെയിനിൽ omega n ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ bandwidth വരുന്നത്. For a given theta, greater the value of omega n, faster is the response. Okay, so അതൊരു കമ്പാരിസൺസ് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. The value of theta must be chosen to compromise between MR and omega R. The steady state error can be related to the frequency response. The steady state error can be related to the frequency response also. The gain and the number of integrations involved in the open loop system indicates the influence of steady state error. So നമ്മളത് പിന്നീട് പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസ് ആണ്. So time being correlations between this frequency and time domain responses. ഇത്രയും പോയിന്റ്സ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും.